അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അനിശ്ചിതമായി നീളുന്നതിൽ ആശങ്കയോടെ കുടുംബം. കേന്ദ്ര കർണാടക സർക്കാരുകളെ കുടുംബം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അങ്കോലയിൽ മണ്ണിടിച്ചിലിനിടെ കാണാതായ അർജുന് വേണ്ടിയുള്ള രക്ഷാദൌത്യം കരഭാഗത്ത് അവസാനിച്ചതോടെ അസ്തമിച്ചത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. മണ്ണറയ്ക്കുള്ളിൽ നിന്ന് അതിജീവനത്തിന്റെ കഥ രചിച്ചുകൊണ്ട് പുനർജനിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. അർജുൻ ഒരു കാത്തിരിപ്പായി തുടരും. എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കടുത്ത വേദന മനസ്സിൽ കടിച്ചമർത്തിക്കൊണ്ടാണ് അർജുന്റെ അമ്മ ഷീല ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും രൂക്ഷ വിമർശനം. അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷ എന്താ പറയുക, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മകന്റെ രക്ഷാപ്രവർത്തനത്തിന് സൈനികരെ വേണമെന്നാവശ്യപ്പെട്ട അതേ കുടുംബം തന്നെ ഒടുവിൽ അവരെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് കാണിച്ചാൽ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറും പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓല ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. അർജുനെ കാണാതായിട്ട് ഇന്ന് 8ാം നാൾ. ഇനിയും എത്ര കാക്കണം? ആശം സിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.